കഴിഞ്ഞ 25 വർഷമായി LDFിന്റെ കോട്ടയാണ് ഉടുമ്പൻചോല മണ്ഡലം. ഇത്തവണ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കെ ജയചന്ദ്രനാണ്. എങ്ങനെയുണ്ട് വിജയ പ്രതീക്ഷ? നല്ല ഉജ്ജ്വലമായ വിജയം കൈവരിക്കുകയും തന്നെ. ഏതായാലും മണ്ഡലത്തിൽ അങ്ങേ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, 3 തവണ വിജയിച്ച ആളാണ്. എങ്ങനെയാണ് ആളുകളുടെ ഒരു അഭിപ്രായം? ആളുകള് നിങ്ങൾ ഈ സ്വീകരണമൊക്കെ കണ്ടില്ലേ? ഏത് നട്ടുച്ചയാണെങ്കിലും ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി സ്വീകരണം നൽകി ഒപ്പം നിൽക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അടക്കം അങ്ങയുടെ പ്രചാരണ പരിപാടിക്ക് എത്തി. ജനങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കണമെന്നുള്ള നിലയിലാണ് ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഉടുമ്പൻചോലയിലെ ഒരു വലിയ വികസനം, റോഡടക്കമുള്ള വലിയ വികസനം വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും വോട്ടായി മാറുമല്ലോ. ഞാനിവിടെ MLA ആയി വരുന്ന സമയത്ത് 2001 റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പ് പോകുന്ന സ്ഥലങ്ങളല്ലാതെ കാറ് പോകുന്ന സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ 2016 ഇവിടുന്ന് മാറുന്ന സമയത്ത് കാറ് പോകാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. പിന്നീട് M മണി ഇവിടെ വന്നു കഴിഞ്ഞപ്പം 2 പ്രാവശ്യം ഭരണകക്ഷിയുടെ MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുള്ള എല്ലാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ റോഡുകളെല്ലാം ഇപ്പം BMBC ആണ്. പുതിയ റോഡുകൾ നിർമ്മിച്ചു, അതും BMBC ആണ്. പിന്നെ മറ്റു വികസന പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 21 വർഷത്തെ ചരിത്രം, അതിനു മുമ്പുള്ള ചരിത്രവും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിനു മുമ്പ് ഇവിടെയുള്ള മിക്കവാറും പ്രദേശങ്ങളിൽ കരണ്ട് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. അതുപോലെ എല്ലാ മേഖലയിലും ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഏത് വാർഡ് എടുത്ത് നോക്കിയാലും ആ വാർഡിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്താത്ത ഒരു വാർഡ് പോലും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലുണ്ടാവില്ല. നിലവിൽ MLA ആയിട്ട് ഇവിടെ വിജയിച്ചു വന്നാൽ എന്താണ് ഈ ഉടുമ്പൻചോലയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഉടുമ്പൻചോലയുടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഗവൺമെൻറ് 10 വർഷങ്ങൾ പൂർത്തിയാക്കി വികസന രംഗത്ത് വലിയ മുന്നേറ്റം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാം എന്ന തരത്തിലുള്ള ആലോചനയാണ് ഗവൺമെൻറ് മുമ്പിലുള്ളത്. അങ്ങനെ നടപ്പാക്കുന്ന പദ്ധതികൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ശേഷിക്കനുസരിച്ച് ഇവിടെ കൊണ്ടുവരും. ഒന്നതാണ്. രണ്ടാമത്തേത്, ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഇത് ടൂറിസത്തിനൊക്കെ വലിയ സാധ്യതയുള്ളതാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റുമായി സംയോജിച്ച് നിന്നുകൊണ്ട് വലിയ നിലയിലുള്ള വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിലവിൽ UDF പ്രചരണ രംഗത്ത് ആയുധമാക്കിയിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യം എല്ലാം തന്നെയാണ്. അത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഭൂപ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയ ഇടുക്കി ജില്ലയുടെ ഭൂപ്രശ്നത്തിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ്സാണ്. 2010 ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത്, ആ വിധിയുടെ വാചകം തന്നെ ഇതാണ്: മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് റവന്യൂ വകുപ്പിന് അംഗീകാരം വേണമെന്ന്. എന്നാൽ പള്ളിവാസലിൽ മാടപ്പറമ്പൻ അവിടെ റിസോർട്ട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പാരിസ്ഥിതിക ദുർബല പ്രദേശത്താണ് ഇരിക്കുന്നതെന്നും പറഞ്ഞ് പരാതി കൊടുത്തത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 8 വില്ലേജുകളിൽ നിരോധനം വന്നത്. വീണ്ടും ആ പരാതിയുടെ വിപുലമായ പരിശോധന എന്നൊക്കെ പറഞ്ഞ് നടത്തിയതിനെ തുടർന്നാണ് ഇവിടെ ജില്ലയാകെ നിരോധനം വന്നത്. പിന്നീടൊരു കോൺഗ്രസിൻ്റെ നേതാവിത്വം സംസ്ഥാന വ്യാപകമാക്കാനിടയായത് അതിൻ്റെ കേസിന് പോയതാണ്. ആ കുരുക്കെല്ലാം അഴിച്ച് ഇപ്പം എല്ലാവർക്കും പട്ടയം കൊടുത്തിട്ടുണ്ട്. നിർമ്മാണ നിരോധനം നീക്കിയിട്ടുണ്ട്. അപ്പം അവരെല്ലാം കുരുക്കുണ്ടാക്കിയിട്ടു. LDF ഗവൺമെൻറ് ആ കുരുക്കഴിച്ച് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ജനങ്ങൾക്ക് അതെല്ലാം നല്ല വിചാരം. പിന്നെ ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും, അത് പള്ളികൾ, മോസ്കുകൾ, അമ്പലങ്ങൾ, അങ്ങനെ മറ്റ് സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങളെല്ലാം 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ളതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുക്കും. ഇത്തവണ 100% വിജയപ്രതീക്ഷയാണ്. 101% വിജയപ്രതീക്ഷയാണ്. ഏതായാലും ഇത്തവണ 101% വിജയപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ 25 വർഷത്തെ LDFിന്റെ കോട്ട താൻ നിലനിർത്തുമെന്ന് തന്നെയാണ് കെ ജയചന്ദ്രന്റെ ആത്മവിശ്വാസം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.